വയനാട് കൽപ്പറ്റ വെങ്ങപ്പള്ളി മണിയൻകോട് റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ ടിപ്പർ ലോറികൾ തടഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം. അമിത ഭാരം കയറ്റിപ്പോകുന്ന ലോറികൾ മൂലം റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് അറ്റകുറ്റപ്പണിക്കായി കരാറെടുക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ചൂരിയാറ്റ മുതൽ മണിയങ്കോട് വരെ എത്താൻ പെടാപ്പാട് പെടുകയാണ് നാട്ടുകാർ. റോഡിലാകമാനം വൻ ഗർത്തങ്ങളാണ്. ടിപ്പർ ലോറികളാണ് വില്ലന്മാരെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. എത്രയോ കാലമായി ഈ റോഡിന്റെ അവസ്ഥ ഈ വിധമാണ്. കൂറ്റൻ കുഴികളാണ് റോഡിലുള്ളത്. സഞ്ചരിക്കാൻ പോലും കഴിയാത്ത സ്ഥിതി. ഇതിനിടയിലാണ് ടിപ്പർ ലോറികൾ വില്ലന്മാരാകുന്നത്. വെങ്ങപ്പള്ളി പ്രദേശത്തെ ക്വാറികളിൽ നിന്ന് കരിങ്കല്ലുമായി എത്തുന്ന ലോറികൾ ചീറിപ്പായുകയാണ്. കൽപ്പറ്റ നഗരസഭാ പ്രദേശത്ത് 1/2 കിലോമീറ്ററോളം റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. ഇതും തകർന്നു തുടങ്ങി. ടോറസ് പോലുള്ള വാഹനങ്ങൾ ഒരിക്കലും ഇതിലോടാൻ പാടില്ല. നാട്ടു റോഡാണ്. അതിന് അത്രേ ബലം ഉണ്ടാവും. ആ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ BMBCയിലൊന്നും ഈ റോഡ് ആരും ചെയ്തു തരില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇത് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അമിതഭാരമുള്ള വണ്ടികൾ നമുക്കിതിലെ വിടാൻ ബുദ്ധിമുട്ടുണ്ട്. നാട്ടുകാർ പരാതി അനവധി നൽകി. റോഡ് നവീകരണത്തിന് കരാറെടുക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല. ഇതേ തുടർന്നാണ് ടിപ്പർ ലോറികൾ തടഞ്ഞത്. ഇതുവഴി വഴി നടക്കാൻ പോലും അവസ്ഥ വളരെ ദുർബലമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ റോഡിലൂടെ അമിത ഭാരം കയറ്റിയിട്ടുള്ള വാഹനങ്ങൾ, ടിപ്പർ ടോറസ് വാഹനങ്ങൾ ഈ വഴിയിലൂടെ കടത്തി വിടില്ല എന്നുള്ള തീരുമാനമാണ് ജനകീയ കമ്മിറ്റിയിൽ എടുത്തിട്ടുള്ളത്. ബുദ്ധിമുട്ട് എന്ന് പറയാൻ നാഷണൽ ഹൈവേ അല്ലല്ലോ, ഇത് ചെറിയൊരു റോഡല്ലേ. 2 വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്ഥലമില്ല. അപ്പം ഞങ്ങളെ സ്ഥലത്തിന്റെ തിണ്ട് ഇടിച്ചിട്ടാണ് പോകുന്നത്. ഗ്രാമീണ റോഡായതിനാൽ അമിതഭാരം കയറ്റിയ ലോറികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡ് എത്രയും വേഗം പുനർനിർമ്മിക്കാൻ തയ്യാറാകണമെന്നും ആവശ്യം ഉയരുകയാണ്. കുണ്ടും കുഴിയുമായി ഈ റോഡ് ഈ വിധം കിടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ഉയർത്തുന്ന ആവശ്യം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. റോഡിൽ മൊത്തം കുഴിയെന്നല്ല, കുഴിയിൽ അവിടെ ഇവിടെയായി കുറച്ച് റോഡ് എന്നാണ് നാട്ടുകാർ പരാതി പറയുന്നത്. എന്തായാലും കരിങ്കല്ലുമായി ടിപ്പർ ലോറികൾ പരക്കം പായുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നാട്ടുകാർ പരാതി പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അതിൽ അധികൃതർ ഇടപെടുന്നില്ല എന്നുകൂടി ആക്ഷേപമുണ്ട്. ചില പ്രതികരണങ്ങൾ കൂടി. ഈ ടിപ്പർ ലോറി എന്ന് പറഞ്ഞാൽ 10-65 ടൺ ഭാരമുള്ള സാധനം ഈ റോഡ് കൂടെ പോകുന്നത്. ചെറിയ മക്കൾ മണിയങ്കോട് പാലത്തിന്റെ അവസ്ഥ എന്താന്നുള്ളതിന് കണ്ടറിയാൻ തന്നെ വേണം. കുണ്ടും കുഴിയായിട്ട് ഇതിലിരുന്ന് നടക്കാൻ തന്നെ പറ്റുന്നില്ല. വണ്ടിയിൽ പോകുമ്പോൾ കുലുങ്ങി വീഴാൻ പോയിട്ടും വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കൊന്ന് കൽപ്പറ്റ ഇങ്ങോട്ട് വരണമെങ്കിൽ 100-200 റുപ്യ കൊടുക്കാണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. ഒരു ബസ് ഓടുന്നുണ്ട്, അതിപ്പോൾ എന്നാ നിൽക്കാന്നറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുണ്ടും കുഴിയായിട്ട് വണ്ടിയൊന്നും വിളിച്ചിട്ട് വരുന്നില്ല, ഓരോ ഓട്ടവും വിളിച്ചിട്ട് വരുന്നില്ല. കുണ്ടും കുഴിയല്ലേ എന്ന് പറയും. ബസ് വരെ ബുദ്ധിമുട്ടായിട്ടാ തെള്ളിയിട്ടാ പോകുന്നത്. മണിയങ്കോട് പാലം അതിനടിയൊക്കെ ദ്രവിച്ചു കഴിഞ്ഞു. അത് ഏതോ കാലത്തുണ്ടാക്കിയ പാലാണ്. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇത്രയും വലിയ ടിപ്പർ കൊണ്ടുപോകുന്നത്. അനുവദനീയമായ ഭാരത്തേക്കാൾ കൂടുതലാണ്. ഈ റോഡിന്റെ കപ്പാസിറ്റി മനസ്സിലാക്കാതെയാണ് അതിലെ കൊണ്ടുപോകുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിൽ സഞ്ചരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ വണ്ടി വരുമ്പോൾ തന്നെ ഓട്ടോറിക്ഷകളിലും പോകുന്നുണ്ട്, ബസ്സുകളിലും പോകുന്നുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്നും കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ വരെ പേടിയാവുന്ന ഒരു അവസ്ഥകളുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.